വേഴ്സസ് പേർലി. നിങ്ങൾ ആരോടൊപ്പമാണ്? രഞ്ജിനി ഹരിദാസ് വേഴ്സസ് പേർലി മാണി. ഒരുപക്ഷെ വളരെ കൗതുകത്തോടെ രണ്ടുപേരുടെയും നിലപാടുകളെക്കുറിച്ചുള്ള തർക്കങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ മുറുകുകയാണ്. അതും കോക്രോച്ച് ജനതാ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായി രണ്ടുപേരുടെയും നിലപാടുകൾ നമ്മൾ കാണുകയുണ്ടായി. ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ആദ്യം അവിടെ എത്തിയ ആൾ നമ്മുടെ രഞ്ജിനി ഹരിദാസ് ആണ്. നമ്മുടെ കോക്രോച്ചിന്, ഇന്ത്യൻ യുവത്വത്തിന്, വിദ്യാർത്ഥികൾക്ക് രഞ്ജിനി പിന്തുണയർപ്പിച്ചു. പേർലി മാണി എന്നാൽ കൂടുതൽ നരേന്ദ്രമോദിയോട് ലീൻ ചെയ്ത് നിൽക്കുകയും എന്നിട്ട് പേർലി മാണി ഒരു ഡയലോഗ് അടിച്ചു, എനിക്ക് കാവ്യാണ് ഇഷ്ടം, പക്ഷേ ത്രിവർണ്ണ പതാകയിലുള്ള കാവ്യാണ് എനിക്ക് ഇഷ്ടമെന്നൊക്കെ. അങ്ങനെ എന്തായാലും പറഞ്ഞത് നന്നായി. കാര്യം ത്രിവർണ്ണ പതാകയിലല്ലാത്ത കാവ്യയിൽ വെള്ളയും പച്ചയൊന്നും കാണില്ലായിരുന്നു. അപ്പോൾ അത് ക്രിസ്ത്യൻ വിരുദ്ധവും മുസ്ലിം വിരുദ്ധവും ആവുമായിരുന്നു, ഹിന്ദു വിരുദ്ധവും ആവുമായിരുന്നു. ഈ കാവ്യ മാത്രമുള്ളവരാണ് മഹാത്മാഗാന്ധിയെ കൊന്നത്. അത് നമ്മുടെ പേർലി ഓർത്തിരുന്നാൽ മതി. അപ്പോൾ പേർലി വേഴ്സസ് രഞ്ജിനി, ഇതിൽ രണ്ടുപേരുടെയും നിലപാടുകൾ പരിശോധിക്കുകയാണ്. രണ്ടുപേരും കേരളത്തിൽ അറിയപ്പെടുന്നവരാണ്. രണ്ടുപേരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം, രണ്ടുപേരെ എനിക്ക് ഇഷ്ടമാണ്. എന്നാൽ ഇതിൽ ആരോടൊപ്പമാണ് നിങ്ങൾ? എൻ്റെ നിലപാട് ഞാൻ വളരെ പച്ചയ്ക്ക് തന്നെ തുറന്നു പറയുകയും ചെയ്യും. രണ്ടുപേരെയും ബഹുമാനിച്ചുകൊണ്ട് ആ നിലപാട് എന്താണെന്ന് പറയുകയും ചെയ്യും. രഞ്ജിനി ഹരിദാസ് വേഴ്സസ് പേർലി മാണി, ആരാണ് ശരി? ഈ ഫൈറ്റിൻ്റെ വലിയ കൗതുകം ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് പണ്ട് നമ്മുടെ രഞ്ജിനി ഹരിദാസ് വേഴ്സസ് പേർലി മാണി ബിഗ് ബോസിലുള്ളൊരു വീഡിയോ ആണ്. യു ആർ പേർലി, ഇഫ് യു ആർ പേർലി മാണി, ഐ ആം ഫ്രിക്കിംഗ് രഞ്ജിനി ഹരിദാസ് എന്ന് പറയുന്ന രഞ്ജിനി ഹരിദാസിൻ്റെ വീഡിയോ ആണ്. അതൊന്ന് നോക്കുകയാണ് ആദ്യം. എനിക്ക് ആ ഡയലോഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ആ ഡയലോഗ്, യു മൈറ്റ് ബി പേർലി മാണി, ഐ എം ഫ്രിക്കിംഗ് രഞ്ജിനി ഹരിദാസ്. എനിക്ക് ആ രഞ്ജിനിയുടെ കറേജ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പേർലി മാണിയുടെ നിലപാടിലെ പേർലി മാണിയുടേതായ നിലപാടെടുക്കാൻ ജനൻ ടി വി ഒക്കെ പേർലി മാണി അഭിനന്ദിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാതെ പോയതല്ല, പേർലി മാണിയോട് പറഞ്ഞ നിലപാടിൽ എനിക്കൊരു വിഷമം തോന്നിയത്. പേർലി മാണി എനിക്ക് അറിയാവുന്ന ആളാണ്. പേർലി മാണിയുടെ അച്ഛൻ വളരെ അറിയപ്പെടുന്ന ഒരു ട്രെയിനറും എഡ്യൂക്കേറ്ററും ഒക്കെയാണ്. മാണി സാർ വളരെ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. രണ്ടുപേരെയും സൈബർ ആക്രമണം നടക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. പിന്നെ പേർലി മാണി സിബി മലയിൽ സാറിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ, അതായത് സിബി മലയിൽ സാർ ഫെയിൽഡ് മൂവി മേക്കർ എന്ന് പറഞ്ഞു. സിബി മലയിലിൻ്റെ മോനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പരാജയപ്പെട്ട സംവിധാനം സിബി മലയിൽ സാറിനെയാണ് വിളിച്ചെങ്കിൽ പേർലി മാണി പറഞ്ഞു 100% തെറ്റാണ്. ഇത് സിബി മലയിൽ സാർ ഒരു ഐക്കോണിക് ആയിട്ടുള്ള മലയാളത്തിൻ്റെ സിനിമാ സംവിധായകനാണ്. അപ്പോൾ അദ്ദേഹത്തെ ആണ് ഉദ്ദേശിച്ചതെങ്കിൽ, ഇനി മകനെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇനി മകനെയാണെങ്കിലും അങ്ങനെയല്ല പറയേണ്ടത്. ഒരു വിമർശനം വരുമ്പോൾ അങ്ങനെയല്ല ആ കാര്യം ഡീൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് സിബി മലയിൽ സാറിനെ പോലെ വലിയൊരു മനുഷ്യനെ, ഒരു ഐക്കോണിക്കായ മനുഷ്യനെ ഫെയിൽഡ് മൂവി മേക്കർ എന്ന് വിളിച്ചെങ്കിൽ പേർലി മാണിക്ക് ആ വിഷയത്തിൽ 100% തെറ്റാണ്. ആ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ ജോ അദ്ദേഹത്തോടൊപ്പം തന്നെയാണ്. അപ്പോൾ ആ കാര്യത്തിൽ സംശയമില്ല. അതിൽ തർക്കത്തിന് പോലും ഇടയില്ലാത്ത കാര്യമാണ്. അപ്പോൾ പേർലി മാണി എന്താ പറഞ്ഞത്? ആ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൗതുകമുള്ള കാര്യമാണ്. ആ കൗതുകമുള്ള കാര്യം എന്താണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതായത് പേർലി മാണി പറഞ്ഞത്, പേർലി മാണി ഒന്നും ഒരു ക്രിസംഗി സ്വരത്തിൽ സംസാരിക്കേണ്ട ആൾക്കാരല്ല. അതായത് എനിക്ക് കാവ്യയോടാണ് ഇഷ്ടം എന്നാൽ ബാലൻസ് ചെയ്യാനായിട്ട് ത്രിവർണ്ണ പതാകയിലെ കാവി എന്ന് പറയുന്ന ഒരുതരം ഡോഗ് വിസിലാണ്. അതായത് വളഞ്ഞ വഴിയിലൂടെ എനിക്ക് മറ്റേ കാവി ക്യാമ്പിനോടാണ് ഇഷ്ടം എന്ന് പറയുന്നതിന്. ഈ കാവി മാത്രമുള്ള ക്യാമ്പ്, കാവി ഹിന്ദുക്കൾ ചരിത്രപരമായി യൂസ് ചെയ്യുന്ന കളറാണ്, 10,000 വർഷമായിട്ടുള്ള കളറാണ്. എന്നാൽ ഈ കാവി മാത്രമുള്ള ക്യാമ്പിൻ്റെ ആൾക്കാരാണ്, അല്ലെങ്കിൽ കാവി പതാക മാത്രം ഇന്ത്യൻ പതാക വേണമെന്ന് പറഞ്ഞ ആൾക്കാരാണ് നമ്മുടെ മഹാത്മാഗാന്ധിയെ കൊല്ലുന്നത്. അവർക്ക് എന്നും ഈ രാജ്യത്തോട് ഒരു കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളും ഇല്ല. അങ്ങനെ ഗോഡ്സേവാദികളുണ്ട്, നല്ല കാവിക്കാരുണ്ട്, നല്ല അല്ലാത്ത കാവിക്കാരുണ്ട്. ഈ തീവ്ര കാവിയുടെ ആൾക്കാരാണ്. അപ്പോൾ അത് മറക്കരുത്, ആ സാധനം മറക്കരുത്. പിന്നെ പേർലി മാണി അപ്പം അങ്ങനത്തെ ഒരു ഡയലോഗ് പേർലി മാണി പറഞ്ഞത് വിഷമമുണ്ടാക്കി. എനിക്കത് കൗതുകം തോന്നിയത് ഹിന്ദു അടക്കമുള്ള പത്രങ്ങൾ, ഹിന്ദു എന്ന് പറഞ്ഞാൽ ഏറ്റവും റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ലെഫ്റ്റ് ഓഫ് ദി സെൻറ്റർ നിൽക്കുന്ന പത്രമാണ്. മനോരമ ഏറ്റവും റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള റൈറ്റ് ഓഫ് ദി സെൻറ്റർ പത്രമാണ്. മനോരമയും ഹിന്ദു ഒക്കെ ഒരേപോലെ പേർലി മാണിയുടെ നിലപാടിനെ തെള്ളി വന്നിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, പേർലി മാണി എത്തരത്തിലുള്ളൊരു ഡോഗ് വിസിൽ ചെയ്യേണ്ട ആളല്ല, വളഞ്ഞ വഴിയിലൂടെ കാര്യം പറയുന്നതല്ല. രഞ്ജിനി ഹരിദാസിനെ എന്തുകൊണ്ടാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് പറയേണ്ടതെന്ന് വിചാരിച്ചാണ്. പക്ഷേ എന്തിരുന്നാൽ പോലും രഞ്ജിനി ലെഫ്റ്റ് ലിബറൽ സ്പേസിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ലിബറൽ ലെഫ്റ്റ് ഒന്നുമല്ല, ലിബറൽ സ്പേസിൽ നിൽക്കുന്ന ലിബറൽ
പ്രോഗ്രസീവ് സ്പേസിൽ നിൽക്കുന്നതാണ്. പേർളിമാണിയൊക്കെ ഞാനൊക്കെ നിൽക്കുന്ന ഒരു റൈറ്റ് കൺസർവേറ്റീവ് സ്പേസിനടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തിലെ യുവത്വം പോരാടുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഈ നാട്ടിലെ ഓരോ മനുഷ്യനും ഉണ്ട്, ഓരോ വ്യക്തികൾക്കും ഉണ്ട്. അപ്പോൾ പേർളിമാണി ആ ലൈൻ ക്രോസ് ചെയ്തു എന്നുള്ളത് ഒരു ഇനി ആ പേർളിമാണിയുടെ മക്കളെയോ വീട്ടുകാരെയോ ആരും പറയുന്നതിനോട് യോജിക്കുന്നില്ല. പേർളിമാണി കമൻറ്റ് ബോക്സ് അടക്കം അടച്ചിട്ടിട്ട് പോവുകയുണ്ടായി. അതിൽ ഈ വളഞ്ഞ വഴിയിലൂടെ എനിക്ക് വലിയ വിഷമം തോന്നിയ നേരത്തെ പറഞ്ഞ കാര്യം മാത്രമാണ്. വളഞ്ഞ വഴിയിലൂടെ എനിക്ക് കവിയാണ് ഇഷ്ടം എന്നിട്ട് ബാലൻസ് ചെയ്യാനായി ത്രിവർണ്ണ പതാക എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പേർളിമാണി ആദ്യം പറഞ്ഞതിൽ ഒരു സ്ട്രോങ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നില്ല. അതൊരു കുറ്റമായിട്ടല്ല. പേർളിമാണിക്ക് ഇപ്പോൾ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കണമെങ്കിൽ അത് പേർളിമാണിയുടെ സ്വാതന്ത്ര്യമാണ്. പേർളിമാണിയെയും സൈബർ നിക്ഷേപം ചെയ്യരുത്, രഞ്ജിനി ഹരിദാസിനെയും സൈബർ നിക്ഷേപം ചെയ്യരുത്. പക്ഷേ രഞ്ജിനിയെ അടക്കം മുഖ്യധാര ആലോചിക്കണം, സൈബർ ആക്രമണം മാത്രമല്ല മുഖ്യധാര രാഷ്ട്രീയക്കാർ രഞ്ജിനി കാശ് മേടിച്ചിട്ടാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാതെ ഊളത്തരങ്ങൾ പറയുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ പള്ളിയെ പോലുള്ള ആൾക്കാർ ചെയ്യരുത് എന്നുള്ളതാണ്. എന്തായാലും സിബി മലയിലിൻ്റെ മോൻ ജോ അതിശക്തമായ രീതിയിൽ അത് പ്രതികരിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് രണ്ടുപേരെയും വ്യക്തിപരമായി ഇഷ്ടമാണ്, അറിയാം. പക്ഷേ നിങ്ങളുടെ നിലപാട് എന്താണ്? നിങ്ങൾ പേർളിയോടൊപ്പമാണോ രഞ്ജിനി ഹരിദാസിനോടൊപ്പമാണോ? യാതൊരു സംശയവുമില്ല. എൻ്റെ നിലപാട് രണ്ടുപേരെയും വ്യക്തിപരമായി ഇഷ്ടവും ബഹുമാനമാണ്. എൻ്റെ നിലപാട് രഞ്ജിനി ഹരിദാസിനൊപ്പമാണ്. കാര്യം രഞ്ജിനി ഹരിദാസാണ് വിഷയത്തിൽ കുറെ കൂടെ സത്യസന്ധമായ നിലപാടെടുത്തത്, അവിടെ വരെ എത്തിയത്. വളഞ്ഞ വഴിയിലല്ലാതെ രഞ്ജിനിക്ക് അതിൽ പ്രത്യേകിച്ച് യാതൊരു പൊളിറ്റിക്കൽ താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളഞ്ഞ വഴിയിൽ കാര്യങ്ങൾ പറയാതെ വളരെ സ്ട്രെയിറ്റായ രീതിയിൽ കാര്യങ്ങൾ പറയുന്നത്. തീർച്ചയായിട്ടും ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും മോദിജി അനുകൂലിച്ചൊരു നിലപാടെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പം നരേന്ദ്രമോദിജി പങ്കുവച്ച വീഡിയോയിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന് കുറേ പേര് ആൾക്കാരെല്ലാം നീ ഉള്ളിൽ മോദി ആരാധകനാണ്, മോദി ഇഷ്ടപ്പെടുന്നവനാണെന്ന് പറഞ്ഞ് വിമർശിക്കും. അങ്ങനെ ആൾക്കാർ വിമർശിക്കും. അത് സുരേഷ് ഗോപിയുടെ മകൻ പറഞ്ഞതുപോലെ പ്രതികരിച്ച സുഡാപ്പി, പ്രതികരിച്ചില്ലെങ്കിൽ സംഘി എന്ന് പറയുന്നൊരു ഈ സുഡാപ്പി വേഴ്സസ് സംഘി എന്ന് പറഞ്ഞൊരു ലൈനിലാണ് നമ്മുടെ ആൾക്കാർ പോകുന്നത്. സുഡാപ്പിയും വേണ്ട, സംഘിയും വേണ്ട, മോഡറേറ്റ് ആയിട്ട് സെൻറ്റർ റൈറ്റും സെൻറ്റർ ലെഫ്റ്റും ആകാം. അപ്പം നിങ്ങളുടെ നിലപാട് ആർക്കൊപ്പമാണ്? പേർളിമാണി ഓർ രഞ്ജിനി ഹരിദാസ്?